സമ്മേളനത്തിന്റെ ആമുഖ ഭാഷണം നിർവഹിക്കുന്നതിന് വേണ്ടി ISM സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ AI അബ്ദുൽ മജീദ് സ്വലാഹിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിനാ മുഹമ്മദിൻ വആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറിദല്ലാഹ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹാദരണീയനായ ഈ മഹാസംഗമത്തിന്റെ ഉദ്ഘാടകൻ കേരള നദുവത്തുൽ മുജാഹിദീന്റെ സംസ്ഥാന പ്രസിഡന്റ് TP അബ്ദുള്ള കോയ മദനി, ഈ മഹാസമ്മേളനത്തിന്റെ അധ്യക്ഷൻ കേരള നദുവത്തുൽ മുജാഹിദീന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് HE മുഹമ്മദ് ബാബു സേഠ്, പണ്ഡിതന്മാരെ, സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, ഒരു വർഷത്തോളമായി മലയാളക്കരയുടെ നാടും നഗരവും ഇളക്കിമറിച്ച KNM സംസ്ഥാന ക്യാമ്പയിനിന് അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ ഇവിടെ സമാപ്തി കുറിക്കുകയാണ്. കേരള നദുവത്തുൽ മുജാഹിദീൻ ഒരു ക്യാമ്പയിൻ പ്രഖ്യാപിച്ചാൽ അതിന്റെ അണികൾ അത് ഏറ്റെടുക്കുകയും ക്യാമ്പയിൻ അർത്ഥപൂർണമാക്കുകയും ചെയ്യുമെന്നതിൽ സംശയമില്ല. ക്യാമ്പയിൻ പ്രഖ്യാപിക്കുകയും കുറച്ച് പോസ്റ്ററുകൾ ഒട്ടിച്ച് വീട്ടിൽ അടങ്ങിയിരിക്കുകയും ചെയ്യുന്ന കടലാസ സംഘടനകളിൽ നിന്ന് തീർത്തും വ്യത്യസ്തമാണ് കേരള നദുവത്തുൽ മുജാഹിദീൻ. ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്, സമ്മേളനം സംഘടിപ്പിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനില്ല എന്ന ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ സത്യം വളച്ചുകെട്ടില്ലാതെ ഈ സമൂഹത്തെ കേൾപ്പിക്കുന്നതിന് വേണ്ടിയാണ്. നാം തെരഞ്ഞെടുത്ത പ്രമേയം തൗഹീദ്, വിശുദ്ധിക്ക്, വിമോചനത്തിന് എന്നുള്ളതാണ്. ഏകദൈവ ദർശനത്തിലൂന്നിയ പ്രബോധനത്തിനു മാത്രമേ സാമൂഹിക ജീർണതകളെ പിഴുതെറിയുവാൻ സാധിക്കുകയുള്ളൂ എന്ന് ഈ ക്യാമ്പയിൻ കേരളത്തിലെ ജനങ്ങളോട് ഉച്ചസ്ഥരം പ്രഖ്യാപിച്ചു. സമൂഹത്തിൽ ജീർണതകൾ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുമ്പോൾ ആ ജീർണതകളെ പിഴുതെറിയുവാൻ എന്തുണ്ട് മാർഗമെന്ന് അന്വേഷിക്കുകയാണ് മതസാമൂഹിക രാഷ്ട്രീയ വിദ്യാഭ്യാസ രംഗത്തെ ആളുകൾ. മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം സംശയമില്ല, വിശ്വാസ ശാക്തീകരണ യത്നത്തിലൂടെ മാത്രമേ ഒരു സമൂഹത്തിന്റെ സ്ഥായിയായ വിമോചനവും പരിശുദ്ധിയും കൈവരിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരാണ് കേരള നദുവത്തുൽ മുജാഹിദീൻ. ഈ മഹാപ്രസ്ഥാനത്തിന് ബൗദ്ധിക നേതൃത്വം നൽകിയ മഹാന്മാർ ഈ ആശയങ്ങളിൽ ഊന്നിയ പ്രബോധന പ്രവർത്തനങ്ങൾ കൊണ്ടാണ് കേരളത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾക്ക് അടിപ്പടവ് പണിതത്. KM മൗലവിയുടെയും KM സിദി സാഹിബിന്റെയും വക്കം മൗലവിയുടെയും സനാഉള്ള മത്തി തങ്ങളുടെയും മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബിന്റെയും ഈ മൊയ്ദ് മൗലവിയുടെയും EK മൗലവിയുടെയും എല്ലാം മഹത്തായ പാരമ്പര്യം അവകാശപ്പെടുന്ന മുജാഹിദ് പ്രസ്ഥാനം സ്വാഭാവികമായും വിശ്വാസ ശാക്തീകരണ യത്നത്തിലൂടെ ഒരു സമൂഹത്തിന്റെ സർവ്വതോന്മുഖമായ നന്മക്ക് വേണ്ടി പണിയെടുക്കും, അതിൽ യാതൊരു സംശയവുമില്ല. മുജാഹിദ് പ്രസ്ഥാനം ഏതൊരു സന്ദർഭത്തിൽ ഇത്തരം ക്യാമ്പയിനുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ടോ ആ ക്യാമ്പയിനുകൾ കൊണ്ട് വലിയ ഗുണമാണ് ഈ സമൂഹത്തിൽ ഉണ്ടായിട്ടുള്ളത്. ആദർശ എതിരാളികളെ അസ്വസ്ഥപ്പെടുത്തുകയും ഈ ആദർശത്തെ സ്നേഹിക്കുന്നവർക്ക് കുളിര് നൽകുകയും ചെയ്തുകൊണ്ടാണ് കേരള നദുവത്തുൽ മുജാഹിദീൻ പ്രഖ്യാപിച്ച ഏത് ക്യാമ്പയിനും സമാപിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ഒരു വർഷം മണ്ഡലം സമ്മേളനങ്ങൾ കൊണ്ടും ചരിത്ര സെമിനാറുകൾ കൊണ്ടും ചരിത്ര എക്സിബിഷനുകൾ കൊണ്ടും ജില്ലാ സമ്മേളനങ്ങൾ കൊണ്ടും കേരളക്കരയിലെ ഇസ്ലാഹി ഭൂമിക സജീവമായിരുന്നു.
മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പഴയ പ്രതാപവും അഭിമാനവും വീണ്ടെടുക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ ഒരു വർഷത്തിൽ നടന്നത് എന്ന് ഇവിടെ തടിച്ചുകൂടിയ എന്റെ സഹോദരങ്ങളെ കൂടുതലായി ഓർമ്മിപ്പിക്കണമെന്നില്ല. വലിയ ഒരു സംഘടനം നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സമൂഹത്തിൽ. ഞാൻ നേരത്തെ സൂചിപ്പിച്ച നവോത്ഥാന നായകന്മാർ പരിചയപ്പെടുത്തിയ ആ നവോത്ഥാന ആശയങ്ങളുമായിട്ട് മുന്നോട്ട് പോകണമോ, അതോ അറബ് രാജ്യത്ത് നിന്ന് ഇറക്കുമതി ചെയ്തിട്ടുള്ള ഖുറാഫിസവുമായി മുന്നോട്ട് പോകണമോ? ചുരുക്കി പറഞ്ഞാൽ ഈ രണ്ട് സംഘടനകളാണ് ഇന്ന് കേരള സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് മുജാഹിദുകൾ അല്പം ചിന്തിക്കേണ്ടത്, നമ്മുടെ ചരിത്രത്തിലേക്ക് അല്പം കടന്നു പോകേണ്ടത്. മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഏത് കാലഘട്ടത്തിലും അതിന് നേതൃത്വം നൽകിയത് മത സാമൂഹിക രാഷ്ട്രീയ വിദ്യാഭ്യാസ രംഗത്തെ അധികായന്മാരായിരുന്നു. ആരായിരുന്നു വക്കം മൗലവി എന്ന് നിരന്തരം ഇവിടെ കേൾപ്പിക്കേണ്ടതില്ല. സനാഉള്ള മക്തിത്തങ്ങളും കെ എം മൗലവിയും കെ എം സീദി സാഹിബും മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബും ഈ മൊയ്തു മൗലവിയുമെല്ലാം അവർ ജീവിച്ച കാലഘട്ടത്തിലെ വീരപുത്രന്മാർ തന്നെയായിരുന്നുവെന്ന് അവരുടെ ചരിത്രം അറിയാവുന്ന ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. ആ മഹാന്മാരിവിടെ മത സാമൂഹിക രാഷ്ട്രീയ വിദ്യാഭ്യാസ രംഗത്ത് ശക്തമായൊരു അടിത്തറ പണിതിട്ടുണ്ട്. ആ അടിത്തറ ലോകത്തിന്റെ ചലനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടായിരുന്നു, ലോകത്തെ ഇസ്ലാമിക ചലനങ്ങൾ അറിഞ്ഞുകൊണ്ടായിരുന്നു. ഒരു ബഹുസ്വര സമൂഹത്തിൽ എങ്ങനെയാണ് മാന്യനായ മുസ്ലിമായി ജീവിക്കുക എന്നതാണ് ഈ സമൂഹത്തിലെ ആളുകളെ അവർ പഠിപ്പിച്ചത്. വിദ്യാസമ്പന്നരായ ഒരു സമൂഹത്തിന് മാത്രമേ എല്ലാ വെല്ലുവിളികളെയും അതിജയിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് ഈ മഹാന്മാരും കേരള മുസ്ലിമീങ്ങളെ അറിയിച്ചു. അക്ഷരത്തോടും അക്ഷരമുറ്റത്തോടുമെല്ലാം വെറുപ്പ് കാണിച്ച് സർവതോന്മുഖമായ പുരോഗതിക്ക് തടസ്സം നിന്ന് ഈ രാജ്യത്തെ എല്ലാവിധ വികാസങ്ങളോടും എല്ലാവിധ ഉയർച്ചകളോടും പടവെട്ടിക്കൊണ്ട് ഈ സമൂഹത്തിൽ നിന്ന് പുറകോട്ട് നിന്ന് പുറംതിരിഞ്ഞു നിന്ന ഒരു സമൂഹത്തെ മത സാമൂഹിക രാഷ്ട്രീയ വിദ്യാഭ്യാസ രംഗത്തേക്ക് വളർത്തിയെടുക്കുവാൻ, ഉയർത്തിയെടുക്കുവാൻ ആ മഹാന്മാരായ നേതാക്കന്മാർക്ക് സാധിച്ചു. അവർ കണ്ട സ്വപ്നങ്ങളുടെ ഗുണഫലങ്ങളാണ് കേരളത്തിലെ മുസ്ലിമീങ്ങൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങള്, ആതുരാലയങ്ങള്, ജീവകാരുണ്യ പ്രവർത്തനങ്ങള്, സർവോപരി തൗഹീദ് മനസ്സിലാക്കിയ വിശുദ്ധിയുടെ വഴിയിലൂടെ സഞ്ചരിക്കുന്ന ഒരു ജനവിഭാഗം, അച്ചടക്കമുള്ള ഒരു സമൂഹം, അതൊക്കെയായിരുന്നു അവരുടെ സ്വപ്നം. അതിന്റെ ഗുണഫലങ്ങൾ ഇന്ന് നാം അനുഭവിക്കുകയാണ്. ഈ ഗുണഫലങ്ങൾ അനുഭവിക്കുന്ന മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ഒരു ചരിത്രം, ഭദ്രമായ ഒരു ചരിത്രം അടുത്ത തലമുറക്ക് കൈമാറുവാൻ നാം ബോധപൂർവമായ ശ്രമം നടത്തേണ്ടതുണ്ട്. ദൗർഭാഗ്യവശാൽ ആ നേതാക്കന്മാരും പണ്ഡിതന്മാരും നമുക്ക് കാണിച്ചു തന്ന ആ വഴിയെ പുച്ഛിച്ചുകൊണ്ടും പരിഹസിച്ചുകൊണ്ടും എവിടുന്നൊക്കെയോ ലഭിച്ച ചില ആശയങ്ങൾ ഈ സമൂഹത്തിൽ പുനരവരോധിക്കുവാനുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെ കണ്ടില്ലെന്ന് നടിക്കാനോ അതിന്റെ വേരുകൾ പിഴുതെറിയാതിരിക്കാനോ കേരളത്തിലെ മുജാഹിദുകൾക്ക് സാധ്യമല്ല എന്ന് ഈ കഴിഞ്ഞ പ്രവർത്തനങ്ങൾ മുഴുവൻ വിലയിരുത്തുമ്പോൾ നമുക്ക് ബോധ്യമാകുന്ന കാര്യമാണ്. ഒരു കാലഘട്ടത്തിലും മുജാഹിദ് പ്രസ്ഥാനത്തെ കബളിപ്പിക്കുവാൻ സാധ്യമല്ല. ചില ആളുകളൊക്കെ അങ്ങനെ ഒരു ധരിച്ചുവശായി മുജാഹിദ് പ്രസ്ഥാനത്തെ വേഗം കളിയാക്കുവാനും പരിഹസിക്കുവാനും കഴിയും. മുജാഹിദ് പ്രസ്ഥാനത്തെ ഉന്മൂലനം ചെയ്യാൻ കഴിയും. മുജാഹിദ് പ്രസ്ഥാനത്തെ മൂക്കിൽ വലിച്ചു കയറ്റാൻ കഴിയും. ആ രൂപത്തിലൊക്കെ ചിന്തിച്ച ചില ആളുകൾ ഈ അടുത്തിടെ കേരളക്കരയിൽ ഉണ്ടായി. എന്നാൽ അത്തരം ആളുകൾക്കെല്ലാം തന്നെ കനത്ത പ്രഹരം നൽകിക്കൊണ്ടാണ്, സർവ്വ വെല്ലുവിളികളെയും അതിജയിച്ചുകൊണ്ട് കേരള നേതൃത്വത്തിൽ മുജാഹിദീൻ ഒരു വർഷം നടത്തിയ ക്യാമ്പയിനിന് ഇവിടെ സമാപനം കുറിക്കുന്നത്. ഇതിന്റെ തുടക്കത്തിലെല്ലാം മുജാഹിദ് പ്രസ്ഥാനത്തെ പരിഹസിക്കുവാൻ പലരും കടന്നു വന്നു. ആരാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ കൂടെ? മുജാഹിദ് പ്രസ്ഥാനം പിളർന്ന് തരിപ്പണമായിരിക്കുന്നു, എട്ടിൽ പൊട്ടിയിരിക്കുന്നു, പിന്നിപ്പോയിരിക്കുന്നു എന്നൊക്കെയാണ് ഇതിന്റെ ആദർശ ശത്രുക്കൾ കിട്ടാവുന്ന സ്റ്റേജുകളിലും പേജുകളിലുമെല്ലാം തന്നെ തട്ടിവിട്ടത്. പക്ഷേ അത്തരം ആളുകളെല്ലാം ഇന്ന് ദീർഘമായ മൗനത്തിലാണ്. അവരെല്ലാം മാടങ്ങളിൽ ഒളിച്ചു നിൽക്കുന്നു. എങ്ങനെയാണ് ഈ പ്രസ്ഥാനം ഈ വലിയ പ്രതിസന്ധി തരണം ചെയ്തത്? ഈ വലിയ നടുക്കടൽ നീന്തിക്കൊണ്ട് അക്കരയെത്തിയത് എങ്ങനെയാണ് എന്ന്
ഇന്ന് പലരും ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇതിന്റെ നേതാക്കളുടെയോ ഇതിന്റെ അനുയായികളുടെയോ ഗുണമാണ് എന്ന് നമുക്ക് പറയാനാവില്ല. ഇതിന്റെ ക്രെഡിറ്റ് മുഴുവൻ നാം പുലർത്തുന്ന ആദർശത്തിനാണ്, നമ്മുടെ നയനിലപാടുകൾക്കാണ്. ലോകത്ത് വന്ന മുഴുവൻ പ്രവാചകന്മാരും ഈ സമൂഹത്തിന് പ്രബോധനം ചെയ്ത ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മഹത്തായ ആദർശം നാം കൈമുതലാക്കിക്കൊണ്ട് അതിശക്തമായി റബ്ബിൽ തവക്കുലാക്കി മുന്നോട്ട് നീങ്ങിയതാണ് ഈ പ്രതിസന്ധികളെ അതിജീവിക്കുവാനും ഭേദിക്കുവാനും നമുക്ക് തുണയാകിയത് എന്ന് എന്റെ സഹോദരങ്ങളെ സഹോദരിമാരെ നാം മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ തൗഹീദി ദർശനത്തിലൂന്നിയ ഒരു പ്രബോധന പ്രവർത്തനം അതിശക്തമായി നാം ഇവിടെ നിർവഹിക്കുകയാണെങ്കിൽ ഏതൊരു ശത്രുവിനെയും എതിരാളിയെയും നിഷ്പ്രയാസം പരാജയപ്പെടുത്തിക്കൊണ്ട് ലക്ഷ്യത്തിലേക്ക് നമുക്ക് നീങ്ങാൻ കഴിയുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, രണ്ട് സംസ്കാരങ്ങൾ തമ്മിലുള്ള സംഘട്ടനമാണ് യഥാർത്ഥത്തിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം ഈ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുത്ത, ഈ സമൂഹത്തിലുണ്ടാക്കിയ ഒരു പരിസരമുണ്ട്, സാമൂഹിക പരിസരം, മതപരിസരം, സാംസ്കാരിക പരിസരം, വിദ്യാഭ്യാസ പരിസരം. അതിനെ മലീമസമാക്കുവാനും അതിനെ കൊച്ചാക്കുവാനും ആസൂത്രിതമായ ശ്രമങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. രണ്ടാമത്, ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം ഞാൻ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. ഇറക്കുമതി ചെയ്തുകൊണ്ട് ഈ നവോത്ഥാന ആശയങ്ങളെ മുഴുവൻ പരിഹസിക്കുന്ന ആശയങ്ങൾ കൊണ്ടുവന്ന് നടുവാൻ ചിലരെല്ലാം പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. ആഗോളതലത്തിൽ തന്നെ സൂഫികളും ഷീകളും അതുപോലെ തന്നെ അവിടെയുള്ള ത്വരീഖത്തുകളും ആ സമൂഹത്തെ ഛിന്ന ഭിന്നമാക്കുന്നത് പോലെ ആ ആദർശം കൊണ്ടുവന്ന് കേരളത്തിൽ നട്ടുപിടിപ്പിക്കുവാനാണ് ചിലരെങ്കിലും പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, സൂഫികൾ ഏത് രാജ്യത്തും ഓരോരുത്തരുടെയും ഇഷ്ടത്തിനും താല്പര്യങ്ങൾക്കും അനുസരിച്ചുകൊണ്ടാണ് അവർ കാര്യങ്ങൾ നീക്കാറുള്ളത്. സലഫികളുമായി കൂടുമ്പോൾ സലഫികൾക്കനുസരിച്ച് നീങ്ങുകയും സലഫികളെ എങ്ങനെയെല്ലാം കുതന്ത്രത്തിൽ അകപ്പെടുത്താൻ കഴിയുമെന്ന് അന്വേഷിക്കുകയും ചെയ്യുന്നു. യാഥാസ്ഥികരുമായി ചേരുമ്പോൾ യാഥാസ്ഥികത്വം എങ്ങനെയാണ് ഈ സമൂഹത്തിൽ കൂടുതൽ പടർത്താൻ കഴിയുക എന്നവർ ഗവേഷണം ചെയ്യുന്നു. ഷീകളും ത്വരീഖത്തുകളും അതുപോലെ തന്നെ സൂഫികളുമെല്ലാം ഏത് കാലഘട്ടത്തിലും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു തന്ത്രം ഇതാണ്. അവർ മനസ്സിലാക്കുന്നു, യാഥാസ്ഥിക വിഭാഗത്തെ മാത്രം കൂട്ടുപിടിച്ചുകൊണ്ട് അന്ധവിശ്വാസങ്ങളും നിഗൂഢാത്മീയതയും കേരള പരിസരത്തിലേക്ക് കടത്തിവിടുവാൻ അത്ര എളുപ്പം സാധ്യമല്ല. കാരണം അതിനെ പ്രതിരോധിക്കുന്ന ഒരു നവോത്ഥാന സംഘം കേരളക്കരയിലുണ്ട്, മുജാഹിദുകളുണ്ട്, സലഫികളുണ്ട്. ആ സലഫികളെ പരാജയപ്പെടുത്താതെ അവിടെ യാഥാസ്ഥിക ചിന്തകൾ അതിനെ സമൂഹത്തിലേക്ക് വ്യാപകമായി കടത്തിവിടാൻ കഴിയുകയില്ല എന്ന് സൂഫികൾ മനസ്സിലാക്കി, ത്വരീഖത്തുകൾ മനസ്സിലാക്കി. അതിന്റെ ഫലമായി കൊണ്ടാണ് ചിലരെയെല്ലാം തന്നെ യാഥാസ്ഥികമായ ചിന്തകൾ സ്വാധീനിക്കാൻ തുടങ്ങിയത്. നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ സമൂഹത്തിലുണ്ടായ ജിന്ന് വിവാദം. ആ ജിന്ന് വിവാദം വളരെ ആസൂത്രിതമായിട്ട് അങ്ങ് അറബ് നാടുകളിൽ നിന്ന് അവതരിപ്പിച്ചുകൊണ്ട് നമ്മുടെ കേരളത്തിലേക്ക് അവതരിപ്പിക്കുവാൻ വേണ്ടി കൊടുത്തുവിട്ടതായിരുന്നു എന്ന് ആർക്കാണ് അറിയാത്തത്? ആദ്യം പറഞ്ഞു, ജിന്നിനോട് സഹായം തേടിയാൽ അത് ശിർക്കാവുകയില്ല, മലക്കിനോട് സഹായം തേടിയാൽ അത് ശിർക്കാവുകയില്ല എന്ന ഒരു തത്വം ഇവിടെ നിർമ്മിച്ചു വെച്ചുകൊണ്ട് എന്തെല്ലാം തരത്തിലുള്ള ബഹളങ്ങളും കോലാഹലവുമാണ് കുറച്ച് വർഷങ്ങളായിക്കൊണ്ട് ഇവിടെ നടത്തിയിരുന്നത്. എന്നാൽ അത്തരം വാദങ്ങളുടെ എല്ലാം വേരുകൾ ചികഞ്ഞുകൊണ്ട് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം പോയി. ആ വേരുകൾ എവിടുന്ന് ലഭിച്ചു? ആ വേരുകൾ എവിടേക്കാണ് എത്തുന്നത്? അതിന്റെ ഉറവിടം എവിടെയാണ്? കേരളത്തിലെ മുജാഹിദുകൾ കൃത്യമായി മനസ്സിലാക്കി. അത് സൂഫികളും ഷീകളും ത്വരീഖത്തുകാരും ആഗോളതലത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും അന്ധമായ അനുകരണത്തിന്റെ വ്യാജമതമാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കിയ കേരളത്തിലെ മുജാഹിദുകൾ അതിനെതിരെ സമൂഹത്തെ ബോധവൽക്കരിച്ചു. അത്തരം ഗൂഢാത്മീയത, നിഗൂഢാത്മീയത സലഫികൾ ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിൽ നട്ടുപിടിപ്പിക്കുവാൻ അനുവദിക്കുകയില്ല എന്ന് കേരളത്തിലെ മുജാഹിദുകൾ ഉറക്കെ പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ആളുകൾക്ക് വല്ലാത്തൊരു വിഷമം. എന്താണ് ഈ പറയുന്നത്? അറേബ്യൻ ഖുറാഫിസം ഇറക്കുമതി ചെയ്യുകയോ? അതും ഇവിടെ തൗഹീദ് പറഞ്ഞിരുന്നവർ, മുജാഹിദുകളായി നടന്നിരുന്നവർ, മുജാഹിദുകളുടെ ബാനറിൽ സംസാരിച്ചിരുന്നവർ അറബ് രാജ്യത്തുനിന്ന് ഖുറാഫിസം ഇറക്കുമതി ചെയ്തു എന്ന് പറയുന്നവരാണ് വിഡ്ഢികളെന്നായിരുന്നു ഇവിടെ ചിലരൊക്കെ വാചാലരായത്. പക്ഷേ ഇന്ന് അങ്ങനെ വാചാലരായ ആളുകൾ
അവരുടെ ഫേസ്ബുക്കിലൂടെയും അവരുടെ ഇന്റർനെറ്റിലൂടെയും അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നിതാ കേരളത്തിൽ ഒരു വിഭാഗം നവയാഥാസ്ഥികത്വത്തിലേക്ക്, ഏറ്റവും കടുത്ത യാഥാസ്ഥികത്വത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവർ യമനിലെ സലഫിസം ഇവിടെ കൊണ്ടുവന്ന്, യമനിലെ സലഫിയത്ത് ഇവിടെ കൊണ്ടുവന്ന് പ്രയോഗവൽക്കരിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ചില കുട്ടി മുസ്ലിയാക്കന്മാരും കുട്ടിമല്ലമാരും പറയുന്ന വളരെ വിചിത്രകരമായ കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ചില ക്യാമ്പസുകളിലെ നേതാക്കന്മാര്, കുട്ടി നേതാക്കന്മാര് ഇന്ന് ദമ്മാജ് എന്ന് പറഞ്ഞുകൊണ്ട് ഊരു ചുറ്റുന്നത് കാണുന്നു. യഥാർത്ഥത്തിൽ എന്താണ് അതിന്റെ അപകടമെന്ന് കേരളത്തിലെ മുജാഹിദുകൾ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇവിടെ പറഞ്ഞ് കൃത്യമായി ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇത് സലഫിയത്തല്ല. സലഫിയത്ത് എന്നാൽ ഖുർആനും സുന്നത്തും അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ പഠിപ്പിക്കുന്ന ഒരു രീതിയാണ്. അവിടെ ഇത്തിബാഉം തൗഹീദും തസ്കിയത്തുമാണ് പഠിപ്പിക്കുന്നത്. അവിടെ മനുഷ്യ സ്നേഹവും മാനവികമായ മൂല്യങ്ങളുമാണ് പഠിപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആനും തിരുനബിയുടെ ചര്യയും സ്വാലിഹീങ്ങൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കണമെന്നാണ് പഠിപ്പിക്കുന്നത്. എന്നാൽ അതിന് വിരുദ്ധമായി കൊണ്ട് അന്ധമായ അനുകരണത്തിന്റെ ഒരു രീതിയാണ് ആ സലഫിയത്ത്, യമൻ സലഫിയത്ത് ദൗർഭാഗ്യവശാൽ കുറച്ച് കാലങ്ങളായി നമ്മുടെ കേരളത്തിൽ പ്രചരിപ്പിച്ചത്. ഞങ്ങളെന്ന് പറഞ്ഞു ഇത് അന്ധമായ സലഫിയത്ത്, ഇത് അന്ധമായ തഖ്ലീദാണ്, അന്ധമായ അനുകരണമാണ്. ഈ അനുകരണം മനുഷ്യരെ നശിപ്പിക്കും, പ്രമാണങ്ങളോടുള്ള കൂറില്ലാതാക്കും, നമ്മുടെ സമൂഹത്തിന്റെ ഭദ്രത നശിപ്പിക്കും. അന്ന് ഈ സമൂഹത്തിന്റെ നേതാക്കന്മാരും മുജാഹിദ് പണ്ഡിതന്മാരും ഇവിടെ കേൾപ്പിച്ചപ്പോൾ അവർക്കത് ഉൾക്കൊള്ളാൻ പ്രയാസമായി. എന്നാൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ, ഹംബലി മദ്ഹബിനെ അന്ധമായി പിൻപറ്റുന്ന ഒരു വിഭാഗത്തെ വളർത്തിയെടുക്കുവാൻ ആസൂത്രിതമായ ശ്രമം ഇവിടെ ഉണ്ടായില്ലേ? ഇമാം അഹ്മദ് ബിൻ ഹംബലിന്റെ പോരിശകൾ പറഞ്ഞുകൊണ്ട്, മഹത്വം പറഞ്ഞുകൊണ്ട് എന്തിനായിരുന്നു ഇവിടെ കുറച്ച് കാലങ്ങളായിക്കൊണ്ട് കുട്ടി നേതാക്കന്മാര് ഇവിടെ പ്രചാരണം നടത്തിയിരുന്നത്? ഹംബലി മദ്ഹബ് ഈ സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയായിരുന്നു. അതുപോലെ യമനിലെ ഷെയ്ഖ് മുഖ്ബിൽ വാദിയുടെ ആ തത്വങ്ങളും നിർദ്ദേശങ്ങളും ഈ സമൂഹത്തിൽ അന്ധമായി അനുകരിക്കുന്ന ഒരു യുവതയെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയായിരുന്നു. അദ്ദേഹത്തിന്റെ പിൻഗാമിയായ യഹ്യ ഹജൂരി എന്ന് പറയുന്ന പണ്ഡിതന്റെ ആശയങ്ങളും ഒറ്റപ്പെട്ട അഭിപ്രായങ്ങളും ഈ സമൂഹത്തിൽ പടർത്തുന്നതിന് വേണ്ടിയും അന്ധമായി അനുകരിക്കുന്ന ഒരവസ്ഥയിലേക്ക് വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയായിരുന്നു കുറച്ച് കാലങ്ങളായി ഇവിടെ ശ്രമം നടത്തിയിരുന്നത്. അന്നേ ഞങ്ങൾ പറഞ്ഞു, ഈ യമൻ സലഫിയത്തുണ്ടല്ലോ, അത് ഇതിനെല്ലാം എതിർക്കുന്ന ആളുകൾ പറയുന്നത് പോലെ തന്നെ അത് സലഫിയത്തു തഖ്ലീദിയയാണ്, അന്ധമായ അനുകരണത്തിന്റെ സലഫിയത്താണ്. ഒരിക്കലും സലഫിയത്ത് എന്ന പദവുമായിട്ട് കൂട്ടിക്കെട്ടാൻ പറ്റാത്ത, ചേർത്ത് വെക്കാൻ പറ്റാത്തതാണ് അത്തഖ്ലീദിയ എന്നുള്ളതും അൽമാലവിയ എന്നുള്ളതും. ഈ അൽമാലവിയ എന്നതും തഖ്ലീദിയ എന്നതും സലഫിയത്തിനോട് കൂട്ടിച്ചേർത്തുകൊണ്ട് എന്തുകൊണ്ടാണ് ശത്രുക്കൾ വ്യാപകമായ പ്രചാരണം അഴിച്ചുവിടുവാനുള്ള കാരണം? അസലഫിയത്തു തഖ്ലീദിയയുടെ പ്രവർത്തനങ്ങൾ ഈ സമൂഹത്തിൽ ഉണ്ടായതുകൊണ്ടാണ് എന്ന് ഞാനും നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ ചില കുട്ടികളൊക്കെ അങ്ങനെ മതം കയറി മതമിളകിക്കൊണ്ട് യമനിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഞാനിത് വെറുതെ പറയുകയല്ല. ഒരു വർഷം മുമ്പ് നമ്മൾ ഇത് പറഞ്ഞപ്പോൾ ആളുകൾ ചോദിച്ചു, ആരാണ് യമനിലേക്ക് പോയത്? യമനിലേക്ക് പോവുകയും യമനിൽ നിന്ന് തിരിച്ചു വരികയും യമനിലെ പണ്ഡിതന്മാരുമായി ബന്ധപ്പെടുകയും ചെയ്തുകൊണ്ട് ഇവിടെ ഉണ്ടാക്കിയ ഒരു ആശയ പരിസരമുണ്ട്. അത് വ്യാജമതത്തിന്റെ പരിസരമായിരുന്നു, വ്യാജ സലഫിയത്തിന്റെ പരിസരമായിരുന്നു. ആ വ്യാജ സലഫിയത്താണ് ഇപ്പോൾ തകർന്നു വീണിരിക്കുന്നത്. അതിന്റെ മുഖം മൂടിയാണ് തകർന്നു വീണിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. അതിൽ നിന്ന് ആർക്കും കൈകഴുകി രക്ഷപ്പെടാൻ കഴിയില്ല. സംഘടന വേണമെന്ന് പറയുന്നവരും സംഘടന വേണ്ട എന്ന് പറയുന്നവരും, സംഘടനയുടെ തലപ്പത്ത് പണ്ഡിതന്മാരാണ് വേണ്ടതെന്ന് പറയുന്നവരും, പാമരന്മാരാണ് വേണ്ടതെന്ന് പറയുന്നവരും, എല്ലാവർക്കും ഇതിൽ പങ്കുണ്ട് എന്നാണ് ഈ സന്ദർഭത്തിൽ ഞങ്ങൾക്ക് സൂചിപ്പിക്കുവാനുള്ളത്. ഇവിടെ ക്യാമ്പസുകളിൽ പ്രത്യേക വേഷവുമായി, പ്രത്യേക ഒരു സംസ്കാരവുമായി, പ്രത്യേകമായ ഒരു സംസ്കാരത്തിന്റെ കോഡുമായി ഊരു ചുറ്റിയ സന്ദർഭത്തിൽ അത് ഉലുവാണ് എന്ന് നമ്മുടെ പണ്ഡിതന്മാർ പറഞ്ഞ സന്ദർഭത്തിൽ ഇതൊരു പ്രത്യേക രീതിയിലേക്ക് കുട്ടികളെ വളർത്തിയെടുക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ ഉലുവെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ പണ്ഡിതന്മാരെയും നേതാക്കന്മാരെയും കൊച്ചാക്കി കാണിക്കുന്ന സാഹചര്യം ഇവിടെ ഉണ്ടാവുകയുണ്ടായി. എന്തുണ്ടായി? ഇപ്പോൾ അത് ഉലുവാണെന്ന് തിരിച്ചറിയുന്ന ഒരു സാഹചര്യത്തിലേക്ക്
ഒരു വർഷം കൊണ്ട് തന്നെ നിങ്ങളെത്തി. മാത്രമല്ല ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയുണ്ട്. യമനിലേക്ക് പോയി തിരിച്ചു വന്ന ആളുകള് അവർ പറഞ്ഞു ഇവിടെ നടക്കുന്നത് യഥാർത്ഥ യമൻ സലഫിയത്തല്ല, ചിലതൊക്കെ വെള്ളം ചേർത്തിട്ടുണ്ട്. കാരണം നാം കുഫ്രിന്റെ നാട്ടിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, ഇന്ത്യ രാജ്യം കുഫ്രിന്റെ നാടാണ് എന്നാണ് അത്തരം മതം കയറി മതമിളകിയ ആളുകൾ പ്രചരിപ്പിച്ചത്. അതുകൊണ്ട് ഒരു സങ്കര സമൂഹത്തിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. നമ്മൾ ഏതെങ്കിലും കാട്ടിലോ പർണശാലയിലോ പോയിട്ടാണ് കാലം കഴിച്ചു കൂട്ടേണ്ടത് എന്നാണ് ഇവിടുത്തെ ആളുകൾ പറഞ്ഞത്. അതനുസരിച്ചുകൊണ്ട് വർഷങ്ങളോളം നിലമ്പൂരിനടുത്ത് അത്തിക്കാട് എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് കൂടുകൂട്ടിക്കൊണ്ട് ഈ കാടൻ ആത്മീയതയുടെ വക്താക്കൾ കഴിഞ്ഞുകൂടുകയും അത് ഇപ്പോൾ ഏതൊരു ദുരന്തപൂർണമായ അവസ്ഥയിലാണ് എത്തിച്ചേർന്നിട്ടുള്ളത് എന്ന് നിങ്ങൾ വായിക്കുകയും ചെയ്യുക. ദീർഘമായി അതിനെപ്പറ്റി ഞാൻ സംസാരിക്കേണ്ടതില്ല. ചില സൂചനകൾ നൽകിയാൽ തന്നെ അക്കാര്യം കൃത്യമായി ഗ്രഹിക്കാൻ കഴിവുള്ളവരാണ് കേരളത്തിലെ മുജാഹിദുകൾ. അന്നേ ഞങ്ങൾ പറഞ്ഞു, ഒരു സങ്കര സമൂഹത്തിൽ നിന്ന്, ബഹുവത്സര സമൂഹത്തിൽ നിന്ന്, ബഹുമത സമൂഹത്തിൽ നിന്ന് തെറ്റിദ്ധാരണ ഉണ്ടാകുന്ന സാഹചര്യമാണ് ഇവിടെ പലരും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ആ രൂപത്തിലുള്ള പ്രസംഗങ്ങളാണ് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി, കുറെ മാസങ്ങളായി നമ്മുടെ കേരളക്കരയിൽ മുഴുകിയത്. എന്താണ് നമ്മുടെ രാജ്യത്തിന്റെ പ്രത്യേകത? ജനാധിപത്യവും മതേതരത്വവും ഉദ്ഘോഷിക്കുന്ന ഒരു രാജ്യം. അവരവർക്ക് അവരുടെ മതവും അവരുടെ സന്ദേശവും അനുസരിച്ച് ആർജവത്തോടു കൂടി ജീവിക്കുവാനുള്ള അധികാരം നൽകുന്ന, അവകാശം നൽകുന്ന ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ രാജ്യത്ത് യഥാർത്ഥ മുസ്ലിമായിട്ട് നമുക്ക് ജീവിക്കാൻ കഴിയും, അഭിമാനത്തോടെ ജീവിക്കാൻ കഴിയും. ലോകത്തിന്റെ ഏത് ദിക്കിലും മുസ്ലിമായിട്ട് ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോഴാണ് ഇസ്ലാം പ്രായോഗികമാകുന്നത്. അപ്പോഴാണ് ഇസ്ലാം കാലാതിവർത്തിത്വമുള്ള ഒരു മതമായി തീരുന്നത്. അതല്ലാതെ മുസ്ലിമായി ജീവിക്കാൻ ഏതെങ്കിലും ഒരു കാട്ടിലേക്ക്, ഏതെങ്കിലും മരയിലേക്ക്, താഴ്വരയിലേക്ക് ഹിജ്റ പോകണമെന്ന് പ്രചരിപ്പിക്കുന്നത് എത്രമാത്രം മൗഢ്യമാണ്, വിഡ്ഢിത്തരമാണ്. ആ വിഡ്ഢിത്തരത്തിലാണ് എന്റെ ചെറുപ്പക്കാരെ നിങ്ങളിൽ പലരും പെട്ടുപോയത്. അന്നേ ഞങ്ങൾ പറഞ്ഞു ഇത് അപകടമാണ്. ആ അപകടം പടർന്നു. അതിന് ചില സംഘടനാ വിരോധികളുടെ മസ്തിഷ്കത്തിലേക്ക് ആ സന്ദേശങ്ങൾ കടന്നു ചെന്നു. അവരിതിന്റെയും സംഘടനാ വിരോധത്തിന്റെയും പേരിൽ നമ്മുടെ സമൂഹത്തിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. ആ കുഴപ്പക്കാരൊക്കെയായിരുന്നു എന്ന് ഇന്നിതാ മണിമണിയായിക്കൊണ്ട് ഓരോരുത്തരായി പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നു. അല്ല നിങ്ങളെ കൊണ്ട് ഈ ഗൂഢാലോചന നടത്തിയ പണ്ടത്തെ വീസികളുടെ ശേഷിപ്പുകളെ ഓരോന്നായി തുറന്നു കാട്ടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമുക്കേറെ സന്തോഷം നൽകുന്നതാണ്, മനസ്സമാധാനം നൽകുന്നതാണ്. കാരണം ഒരു മഹാപ്രസ്ഥാനത്തെ ഇത്രമേൽ ഇകഴ്ത്തിക്കൊണ്ട്, ഒരു മഹാപ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരുടെ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പിക്കൊണ്ട്, അവരുടെ തലയിലേക്ക് കാലെടുത്ത് വെച്ച് ചവിട്ടിക്കൊണ്ട് ഇവിടെ അർമാദിച്ചപ്പോൾ ചോദിക്കാനും പറയാനും ആരില്ല എന്ന് നിങ്ങൾ കരുതിയോ? എന്തുണ്ടായി? ഒരു വർഷം മുമ്പ് ഈ സമ്മേളനത്തിൽ, ഈ കാമ്പയിനിന്റെ ഒരു പ്രോഗ്രാമുമായി കൊണ്ട് നാം കടപ്പുറത്ത് ചേരുകയുണ്ടായി. കടപ്പുറത്ത് നിന്ന് നമ്മൾ ജനങ്ങളെ അറിയിക്കുകയുണ്ടായി, ഇത് ആ വലിയ അപകടത്തിലേക്കാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ചില ആളുകൾ ബാക്കിൽ കളിച്ചുകൊണ്ടിരിക്കുന്നു, ചില കുടുംബങ്ങൾ ബാക്കിൽ കളിച്ചുകൊണ്ടിരിക്കുന്നു. അത്തരം കുടുംബങ്ങൾ ഇന്നും മുജാഹിദ് പ്രസ്ഥാനത്തെയും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആളുകളെയും തുരങ്കം വെക്കുവാൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. അവിടെയും അത്തരത്തിലുള്ള തുരങ്കം പണിയാണ്, തുരപ്പൻ പണിയാണ് അത്തരം ആളുകൾ എടുത്തത് എന്ന് ഇപ്പോൾ ആളുകൾ ഏറ്റു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇനിയും കുറെ കാര്യങ്ങൾ പുറത്തേക്ക് വരാനുണ്ട്. വരും ദിവസങ്ങളിൽ അതെല്ലാം പുറത്തേക്ക് വരും. മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം അവർ അഹങ്കരിക്കുന്നില്ല. വിനയത്തോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മഹത്തായ ആദർശത്തിന്റെ ആ വഴിയിലൂടെ അവർ സഞ്ചരിച്ചു കൊണ്ടിരിക്കും. കാരണം റബ്ബിനോടാണ് അവർക്ക് കടപ്പാടുള്ളത്. ഇവിടെ പരാജയങ്ങൾ ഉണ്ടാകും, വിജയങ്ങൾ ഉണ്ടാകും. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ തൃപ്തിയും സമാധാനവുമാണ് നമുക്ക് ലഭിക്കേണ്ടത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മഹത്തായ ആദർശത്തിൽ ഊന്നിക്കൊണ്ടുള്ള ജീവിതം നയിക്കുന്നവർക്ക് മാത്രമാണ് റബ്ബിന്റെ അടുക്കൽ ഏറ്റവും വലിയ സൗഭാഗ്യം ലഭിക്കുക. ആ സൗഭാഗ്യമാണ് ഏറ്റവും വലിയ സൗഭാഗ്യം എന്ന് വിചാരിക്കുന്നവരാണ് കേരളത്തിലെ മുജാഹിദുകൾ. അതുകൊണ്ടാണ് ഈ പ്രതിസന്ധിയിൽ തളരാതെ മുന്നോട്ട് പോകുവാൻ ഞങ്ങൾക്ക് സാധിച്ചത്, ഞങ്ങളുടെ വന്യവയോധികരായ നേതാക്കന്മാർക്ക് സാധിച്ചത്. നിങ്ങൾ കൂട്ടക്കശാപ്പ് നടത്തുകയായിരുന്നു, നരമേധം നടത്തുകയായിരുന്നു. തെരുവുകളില്, കിട്ടിയ സ്റ്റേജുകളില് ആരോപണങ്ങള്, സാമ്പത്തിക ആരോപണങ്ങള്, വൈയക്തികമായ ആരോപണങ്ങള്,
മാനസികമായ ഒരു വ്യക്തിയെ എങ്ങനെയെല്ലാം ഇകഴ്ത്താൻ കഴിയുമോ, തളർത്താൻ കഴിയുമോ, ആ മാർഗങ്ങൾ മുഴുവൻ നിങ്ങളുടെ വിദ്യ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ നടത്തി നോക്കി. പക്ഷേ അത് ഏതുപോലെയായി എന്നോ, എട്ടുകാലി തന്റെ കുഞ്ഞിനെ ഭക്ഷിക്കുന്നത് പോലെ നിങ്ങളെ തന്നെ നിങ്ങൾ പരസ്പരം കൊന്നു തിന്നുന്ന ദുരന്തപൂർണമായ ഒരവസ്ഥയിലേക്കാണ് നിങ്ങളെ അക്കാര്യം എത്തിച്ചത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് കേരളത്തില് വ്യാജ ആത്മീയതയുടെ ഈ യമൻ സലഫിയത്തുണ്ടല്ലോ, അത് പ്രചരിപ്പിച്ചതിന്റെ പങ്ക് അപ്പുറത്ത് നിൽക്കുന്ന മുഴുവൻ ജിന്നുവാദികൾക്കുമുണ്ട് എന്നാണ് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. കാരണം അവരുടെ പ്രോഫ്കോണും അതുപോലെ തന്നെ അവർ നടത്തിയ സയൻസ് പരിപാടികളും എല്ലാം അതിലൂടെ കുട്ടികൾക്ക് നൽകിയിരുന്ന ഒരു മെസ്സേജ് ഉണ്ട്. എന്തായിരുന്നു ആ മെസ്സേജ് എന്ന് നിങ്ങൾ സ്വകാര്യമായിട്ട് നമ്മുടെ കുട്ടികളെ വിളിച്ചു ചോദിക്കുക. ഇതിലൊന്നും കാര്യമില്ല, ഡോക്ടറായിട്ടൊന്നും കാര്യമില്ല, എഞ്ചിനീയർ ആയിട്ട് കാര്യമില്ല, നീ കുറെ സയൻസ് ഒന്നും പഠിച്ചിട്ട് കാര്യമില്ല, നീ ഏതെങ്കിലുമൊക്കെ ഉസൂലിന്റെ പുസ്തകം വായിക്കണം, അതുപോലെ തന്നെ ഉമ്മുൽ കിതാബ് വായിക്കണം, അങ്ങനെയൊക്കെ വായിച്ചെങ്കിൽ മാത്രമേ നീ നന്നാവുകയുള്ളൂ എന്നീ ആളുകൾ പറഞ്ഞു പഠിപ്പിച്ചതിന്റെ ഫലമായിക്കൊണ്ട് 10-40 ലക്ഷം രൂപ കൊടുത്തുകൊണ്ട് വാങ്ങിയ മെഡിക്കൽ സീറ്റും എഞ്ചിനീയർ സീറ്റും ഉപേക്ഷിച്ചുകൊണ്ട് ഭ്രാന്തായി മലയാളക്കരയിൽ കറങ്ങി നടക്കുന്ന യുവാക്കളെ നമുക്ക് കാണിച്ചു തരാൻ കഴിയും. ഇങ്ങനെയുള്ള ഭ്രാന്ത് പിടിച്ച ആളുകളെ സൃഷ്ടിക്കാനാണോ നിങ്ങൾ ഈ പ്രോഫ്കോൺ നടത്തിയത്? നിങ്ങൾ തന്നെ പറഞ്ഞതിനനുസരിച്ച് ലക്ഷക്കണക്കിന് രൂപ മുടക്കിക്കൊണ്ട് ഭ്രാന്തന്മാരെ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയാണോ ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ നടത്തിയത്? അതുകൊണ്ടാണ് മുജാഹിദികളെ ഞങ്ങൾ അന്ന് പറഞ്ഞു, നമ്മുടെ കുട്ടികളെ, നമ്മുടെ യുവാക്കളെ അത്തരം കേന്ദ്രങ്ങളിലേക്ക് നിങ്ങൾ വിടാൻ പാടില്ല. വ്യാജാത്മീയതയുടെ വക്താക്കൾ തട്ടിക്കൊണ്ടുപോവുകയും ഈ രാജ്യത്തിനും സമൂഹത്തിനും കുടുംബത്തിനും വിരുദ്ധരായിക്കൊണ്ട് അവരെ വളർത്തിയെടുക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ പലരും തമാശയായി കണ്ടു. ഇന്ന് പലരും മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കീറിയെറിഞ്ഞുകൊണ്ട്, സയൻസ് ബിരുദത്തിന്റെ സർട്ടിഫിക്കറ്റ് കീറിയെറിഞ്ഞുകൊണ്ട് അങ്ങ് യമനിലെ ദമ്മാജിലേക്ക് പോകുവാൻ ക്യൂ നിൽക്കുന്നു എന്ന് വരുമ്പോൾ എന്റെ സഹോദരങ്ങൾ അതിന്റെ അപകടം മനസ്സിലാക്കണം. അത്തരം ഒരു ചിന്തക്ക് നേതൃത്വം നൽകിയ, ബൗദ്ധിക നേതൃത്വം നൽകിയ സക്കരിയ സ്വലാഹി തന്നെ തന്റെ ജോലി രാജിവെച്ചുകൊണ്ട് പഠിക്കാൻ എന്ന വ്യാജേന നാട് കടക്കുവാൻ വേണ്ടി നിൽക്കുന്നു. അദ്ദേഹത്തിന്റെ പിന്നാലെ അത്തരം മതമിളകിയ ആളുകളും പോകാൻ നിൽക്കുന്നു. ഈ ജോലി രാജിവെക്കുന്നതിന്റെയൊക്കെ പിന്നിൽ എന്താണ് എന്ന് നമ്മൾ പരിശോധിക്കുമ്പോഴാണ് അപകടകരമായ ഒരു സാഹചര്യം മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇവിടെ പെൺകുട്ടികളെ പഠിപ്പിക്കേണ്ടി വരുന്നു, ആൺകുട്ടികളെ പഠിപ്പിക്കേണ്ടി വരുന്നു. ആകെ ഫിത്നയാണ്, ആകെ ഫിത്ന. അതുകൊണ്ട് അങ്ങനെ ഫിത്നയുള്ള ഒരു ലോകത്ത് എനിക്ക് ജീവിക്കാൻ പറ്റൂല. ഇങ്ങനെ വ്യാജ ഭക്തി പ്രകടനങ്ങളുടെയും അതുപോലെ തന്നെ ഇൽമ് സമ്പാദിക്കുന്ന വ്യാജേനയും ഈ നാട്ടിൽ നിന്ന് കടന്ന് ദമ്മാജിലെത്തിക്കൊണ്ട് ആ നിഗൂഢാത്മീയതയുടെ വക്താവായി തീരുവാനാണ് അദ്ദേഹവും അദ്ദേഹത്തിന്റെ വക്താക്കളും അദ്ദേഹത്തെ പിന്താങ്ങിയവരും പിന്താങ്ങുന്നവരും ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഒരു ദുഃഖകരമായ ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ യഹിയ ഹജൂരി എന്ന് പറയുന്ന യമനിലെ ആ യമൻ സലഫിയത്തിന്റെ നേതാവുണ്ടല്ലോ, ആ നേതാവിനോട് കേരളത്തിലെ ചില മലബാരി കുട്ടികൾ എഴുതി ചോദിച്ച ചോദ്യങ്ങൾ യഹിയ ഹജൂരിയുടെ സൈറ്റ് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. അസ്ഇലത്തുൽ ഇഖ്വാൽ മലബാരിയീന ലിശൈഖ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഫത്വകൾ നമുക്ക് കാണാൻ കഴിയും. ആ ഫത്വകളിലൂടെ നീളം അവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ആണും പെണ്ണും പഠിക്കുന്ന യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ പറ്റുമോ, ആണും പെണ്ണും ജോലി ചെയ്യുന്ന സ്കൂളിൽ ജോലി ചെയ്യാൻ പറ്റുമോ, അതുപോലെ തന്നെ ആണും പെണ്ണും ഇടപെടേണ്ടി വരുന്ന കച്ചവട കേന്ദ്രത്തിൽ ജോലി ചെയ്യാൻ പറ്റുമോ, ഇതൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് ഒരു അറബ് രാജ്യത്തേക്ക് സ്വസ്ഥമായ ജീവിതത്തിന് പോകുകയല്ല നല്ലത് എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് അങ്ങ് യമനിലെ സലഫി പണ്ഡിതനോട് അവർ ചോദിച്ചിട്ടുള്ളത്. എവിടെയാണ് രോഗം കിടക്കുന്നത്, ചോദ്യകർത്താക്കൾ ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നെല്ലാം വളരെ വ്യക്തമാണ്. ഞാനതാണ് പറയുന്നത്. അങ്ങനെയുള്ള മലബാരി കുട്ടികളെ വളർത്തിയെടുക്കുന്നതിൽ വലിയ പങ്കാണ് കഴിഞ്ഞ പ്രാവശ്യം ഈ പ്രസ്ഥാനത്തിൽ ഇറങ്ങിപ്പോയ ആളുകൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. ആ പങ്കിൽ നിന്നും ദുരന്തത്തിൽ നിന്നും ആ വലിയ വൃത്തികേടിൽ നിന്നും നിങ്ങൾക്കൊരിക്കലും കൈയൊഴിയുവാൻ സാധ്യമല്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് നിർണായകമായ ഒരു ഘട്ടമാണ് എന്റെ മുജാഹിദുകളെ ഇവിടെ വന്നിരിക്കുന്നത്. KM മൗലവിയും KM സീദി സാഹിബും മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബും അതുപോലെ KP മുഹമ്മദ് മൗലവിയും സെയ്ദ് മൗലവിയും എല്ലാം പഠിപ്പിച്ച ആ വലിയ തൗഹീദിന്റെ അതുപോലെ മത സാമൂഹിക രംഗത്തെ യഥാർത്ഥ സാന്നിധ്യമായി കൊണ്ട് നിലകൊള്ളുന്ന ഒരു സാഹചര്യം നമുക്ക് വേണോ, അതോ ഖുറാഫിസം ഈ നാട്ടിൽ
ഭീകര രൂപം പൂണ്ടുകൊണ്ട് നിൽക്കുന്ന ഒരു വൃത്തികെട്ട സാഹചര്യം നിങ്ങൾക്ക് വേണോ? എന്തിനേയും പൈശാചിക ബാധയാക്കി ചിത്രീകരിച്ചുകൊണ്ട്, ഏതൊരു തലവേദനയെയും ജിന്നുകൂടലാക്കി ചിത്രീകരിച്ചുകൊണ്ട്, അടിയും തൊഴിയും ഇടിക്കലുമായിക്കൊണ്ട് വൃത്തികെട്ട ഒരു പരിസരമാണോ നിങ്ങൾക്ക് വേണ്ടത്? അതോ നവോത്ഥാന നായകന്മാർ സ്വപ്നം കണ്ട ഏറ്റവും നല്ല ഒരു സാഹചര്യമാണോ ഈ കേരളക്കരയിൽ വേണ്ടത് എന്ന് തീരുമാനിക്കാനുള്ള സുപ്രധാനമായ ഒരു ഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് മുജാഹിദുകൾ അതിന്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ സ്റ്റേഡിയത്തിലേക്ക്, കേരളത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് ആളുകൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മഹത്തായ ആദർശത്തിൽ വെള്ളം ചേർക്കുവാൻ ആരെയും അനുവദിക്കുകയില്ല എന്ന് ഏത് കാലഘട്ടത്തിലും മുജാഹിദിന്റെ അനുയായികള് അവരുടെ നേതാക്കന്മാരോടും അനുയായികളോടും സ്വന്തത്തോടും ഒക്കെ നിരന്തരമായി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മുടെ ഇസ്സത്ത് എന്ന് പറയുന്നത് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. കാരണം ശിർക്കിന്റെ കൂടാരങ്ങളാണ് എവിടെയും നമുക്ക് കാണാൻ കഴിയുന്നത്. അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും ഇരുളിന്റെ ഇരുട്ടറകളിൽ വഴിയറിയാതുടർന്ന പരശതം മനുഷ്യരെ അവരുടെ ഇരുളുകളിൽ തളച്ചിടുവാനല്ല നാം ഇവിടെ പണിപ്പെടേണ്ടത്. ആ ഇരുണ്ട ഇരുട്ടറകളിൽ നിന്ന് അവരെ വിമോചിപ്പിച്ചുകൊണ്ട് തൗഹീദിന്റെ സുന്ദര വഴികളിലേക്ക് വിമോചിപ്പിച്ചെടുക്കുക എന്ന വലിയ ഡ്യൂട്ടിയാണ് എന്റെ മുജാഹിദുകളെ നമുക്കിവിടെ നിർവഹിക്കുവാനുള്ളത്. ഖബറുകളിൽ അഭയം തേടിയ ആളുകള്, ശവകുടീരങ്ങളിൽ നിന്ന് ശവകുടീരങ്ങളിലേക്ക് ഓടുന്ന ആളുകള്, ആത്മീയ വാണിഭ കേന്ദ്രങ്ങളിൽ അഭയം തേടിയ ആളുകള്, വ്യാജാത്മീയ സദസ്സുകളിൽ പോയിക്കൊണ്ട് ഇളകിയാടുന്നവര്, അത്തരത്തിലുള്ള ഇളകിയാട്ടങ്ങളും ഗാനധ്യാനങ്ങളും കരിസ്മാറ്റിക് ധ്യാനങ്ങളും വചന പ്രഘോഷണങ്ങളുമെല്ലാം എല്ലാ മതങ്ങളും നിറമോ മതമോ വ്യത്യാസമില്ലാതെ ഈ സമൂഹത്തിൽ നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. കാരണം വ്യാജാത്മീയതയുടെ വക്താക്കൾ എന്നും ആഗ്രഹിക്കുന്നത് നമ്മുടെ സമൂഹത്തെ ചൂഷണം ചെയ്യുക എന്ന് മാത്രമാണ്. വിശ്വാസ സാമ്പത്തിക ചൂഷണം ചെയ്തുകൊണ്ട് ഈ രാജ്യത്തെ മനുഷ്യരെ കൊള്ളയടിക്കുക എന്നത് മാത്രമാണ് ഇത്തരം ആളുകൾ നിരന്തരമായി ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത്. അവിടെ മുസൽമാനെന്നോ ഹിന്ദുവെന്നോ ക്രിസ്ത്യാനിയെന്നോ വ്യത്യാസമില്ല എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മതേതരത്വത്തിന്റെ ശവകുടീരങ്ങളാണ് കാണാൻ കഴിയുന്നത്. മതേതരത്വത്തിന്റെ അടയാളങ്ങളായി നിൽക്കുന്ന വ്യാജ ആത്മീയ വാണിഭ കേന്ദ്രങ്ങളാണ് കാണാൻ കഴിയുന്നത്. മതേതരത്വത്തിന്റെ തിലക ചാർത്തുമായി നിൽക്കുന്ന മതമാഫിയകളെയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ആ മതമാഫിയക്കെതിരെ അതിശക്തമായി മുന്നോട്ട് പോകേണ്ട ഒരു സന്ദർഭമാണ് എന്റെ സഹോദരങ്ങളെ. ഈ സമൂഹത്തിൽ ഇവിടെയുള്ള ആളുകൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ പരിതാപകരമായ സാഹചര്യത്തിൽ നിന്ന് നമ്മുടെ യുവാക്കളെ നമുക്ക് രക്ഷിച്ചെടുക്കേണ്ടതുണ്ട്. നമ്മുടെ കുട്ടികളെ നമുക്ക് രക്ഷിച്ചെടുക്കേണ്ടതുണ്ട്. നമ്മുടെ സ്ത്രീകളെ ദുർമന്ത്രവാദികളുടെ കരങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തിയെടുക്കേണ്ടതുണ്ട്. പലരും വലിയ പ്രഭാഷകന്മാരായി, എഴുത്തുകാരായി, വലിയ നീട്ടിപ്പാടി ഈ സമൂഹത്തെ പറ്റിക്കാൻ പലപ്പോഴും ശ്രമിച്ചു. ആളുകളൊക്കെ ആദ്യം അന്താളിച്ചു പോയി. പക്ഷേ കാര്യങ്ങളുടെ പോക്ക് കണ്ടപ്പോൾ ആളുകൾക്ക് മനസ്സിലായി ഇത് ശിർക്കിലേക്കാണ് മനുഷ്യരെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ഇത് ഏറ്റവും വൃത്തികെട്ട ശിർക്കിലേക്കാണ് ആളുകൾ കൊണ്ടുപോകുന്നത്. ഇങ്ങനെ ശിർക്കിലേക്ക് നാം അതപ്പതിച്ചാൽ ഇവിടെ നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ ശേഷിപ്പ് പോലും ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കിയതിന്റെ ഫലമായി കൊണ്ടാണ് കേരളം ഈ ക്യാമ്പയിന് കൊണ്ട് ഉണർന്നിട്ടുള്ളത്. നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കുക. നാട്ടിലും നഗരങ്ങളിലും തൗഹീദ് വിശുദ്ധിക്ക് വിമോചനത്തിന് എന്നുള്ള ആ പ്രമേയത്തിൽ ശക്തമായ പ്രബോധന പ്രവർത്തനങ്ങളും പ്രഭാഷണങ്ങളുമാണ് നടന്നിട്ടുള്ളത്. ആ പ്രഭാഷണങ്ങള് ജനമനസ്സുകളിൽ വലിയ സ്വാധീനമുണ്ടാക്കി. നമ്മുടെ ആദർശ വിശദീകരണങ്ങൾ ജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനമുണ്ടാക്കി. ഇവിടെയുള്ള പലരെയും അത് വിറളി പിടിപ്പിച്ചു. എന്നാൽ മുജാഹിദ് പ്രസ്ഥാനത്തോട് ഏതെങ്കിലും രൂപത്തിലുള്ള വിദ്വേഷം നിങ്ങൾ വെച്ച് പുലർത്തിയിട്ട് കാര്യമില്ല. ഓരോ കാലഘട്ടത്തിലും അത് നിർവഹിക്കുവാനുള്ള ശുദ്ധീകരണ പ്രക്രിയ ആരുടെയും മുഖം നോക്കാതെ അത് നിർവഹിച്ചുകൊണ്ടിരിക്കും. അതിന് രാഷ്ട്രീയക്കാരുടെ പിന്തുണയുണ്ടോ, വിദ്യാഭ്യാസ പ്രവർത്തകരുടെ പിന്തുണയുണ്ടോ, ഈ നാട്ടിലെ മാന്യന്മാരുടെ പിന്തുണയുണ്ടോ എന്നൊന്നും മുജാഹിദുകൾ നോക്കാറില്ല. കാരണം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മഹത്തായ ആദർശത്തിന് വിരുദ്ധമായി കൊണ്ട് ആര് തന്നെ ചലിച്ചാലും അവരെയെല്ലാം പരാജയപ്പെടുത്തിക്കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സന്ദേശത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി പാടുപെട്ട് പണിയെടുക്കുന്ന ഒരു ചരിത്രമാണ് മുജാഹിദ് നേതാക്കൾക്കുള്ളത്, മുജാഹിദിന്റെ അനുയായികൾക്കുള്ളത്. അതുകൊണ്ട് മുജാഹിദുകളെ ആരും പേടിപ്പിക്കുവാൻ വേണ്ടി ശ്രമിക്കേണ്ടതില്ല. ഇതൊരു ആദർശ പോരാട്ടമാണ്. ഈ ആദർശ പോരാട്ടത്തിൽ നാം വിജയിക്കുക തന്നെ ചെയ്യും. നാം വിജയിച്ചു, അഹങ്കരിക്കുന്നില്ല. ഇനിയും വിജയിക്കുവാനുള്ള പടവുകൾ നമുക്ക് കയറാനുണ്ട്. ആ വിജയത്തിന്റെ പടവുകൾ കയറിക്കൊണ്ട് കേരളത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുവാൻ ഇൻഷാ അല്ലാഹ് കേരളത്തിലെ മുജാഹിദുകൾക്ക് സാധിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് മുജാഹിദുകളെ അന്തസ്സോടുകൂടി അഭിമാനത്തോടുകൂടി നാം മുന്നോട്ട് പോകുക. ഇസ്ലാം വിരോധികളും ഈ മത തീവ്രവാദികളും തീർക്കുന്ന
നടക്കുന്ന സർവ്വ വെല്ലുവിളികളെയും പ്രമാണബദ്ധമായി കൊണ്ട് തന്നെ നേരിട്ടുകൊണ്ട് നാം മുന്നോട്ട് പോകുക. യുവാക്കളോട് ഒരു വാക്കുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്റെ യുവാക്കളെ, ഫെബ്രുവരി 1, 2 തീയതികളിൽ നവോത്ഥാന നഗരിയായ കൊടുങ്ങല്ലൂരിൽ വെച്ച് നമ്മുടെ യൂത്ത് മീറ്റ് നടക്കുകയാണ്. എന്താണ് യൂത്ത് മീറ്റിന്റെ ലക്ഷ്യം? ആദർശബോധമുള്ള യുവാക്കളെ വളർത്തിയെടുക്കുക, തൗഹീദിനോട് കൂറുള്ള, ഈ സംഘടനയോട് കൂറുള്ള, ഈ രാജ്യത്തോട് കൂറുള്ള, നമ്മുടെ നവോത്ഥാന പൈതൃകങ്ങളോടും ചരിത്രത്തോടും കൂറുള്ള ഒരു യുവതയെ വളർത്തിയെടുക്കുക എന്നതാണ് യൂത്ത് മീറ്റ് കൊണ്ട് ലക്ഷ്യം വെക്കുന്നത്. എന്റെ യുവാക്കളെ, മുഴുവൻ യുവാക്കളും ഈ 1, 2 തീയതികളിൽ നടക്കുന്ന യൂത്ത് മീറ്റിൽ എത്തണമേ എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. കാരണം നവോത്ഥാന ചരിത്രത്തെ കയ്യേറ്റം ചെയ്യുന്നവരുടെ ഒളിയ അജണ്ടകൾ തിരിച്ചറിയുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട്. 19 വർഷം ഈ രാജ്യത്തെ പിന്നാക്കക്കാരാക്കി വളർത്തുന്നതിന് വേണ്ടി യാഥാസ്ഥികരും അതുപോലുള്ള മതരാഷ്ട്രവാദികളും ഇവിടെ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. 10-40 വർഷത്തെ നവോത്ഥാന ചരിത്രത്തിൽ യാതൊരു സ്ഥാനവുമില്ലാത്ത ആളുകൾ ഇന്ന് പ്രാദേശിക ചരിത്രം ഉയർത്തിക്കാട്ടിക്കൊണ്ട് നവോത്ഥാനത്തിന്റെ വലിയ ചരിത്രത്തെ ഇകഴ്ത്തുവാനും തമസ്കരിക്കുവാനുമുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്റെ മുജാഹിദുകളെ, നിങ്ങൾ എവിടെ പ്രസംഗം വെച്ചാലും, എവിടെ നിങ്ങൾ സിംബോസിയം വെച്ചാലും, സെമിനാർ വെച്ചാലും, നവോത്ഥാന നായകന്മാരുടെ സംഭാവനകൾ അവിടെ അയവിറക്കുകയും ആ നവോത്ഥാന നായകന്മാരുടെ ചരിത്രം നിങ്ങൾ ജനങ്ങളെ കേൾപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട്. എപ്പോഴും പുതുതലമുറ അത്തരം ചരിത്രങ്ങളോട് വൈമുഖ്യം പുലർത്തുന്നവരായിരിക്കും. അവർ കരുതും ഇതിലൊന്നും വലിയ കഴമ്പില്ല എന്ന്. എന്നാൽ പുതുതലമുറയെ ഈ ചരിത്രത്തിന്റെ പ്രാധാന്യവും പ്രസക്തിയും നവോത്ഥാന മുന്നേറ്റങ്ങളുടെ പ്രാധാന്യവും കേൾപ്പിക്കേണ്ട ബാധ്യത എന്റെ കാരണവന്മാർക്കുണ്ട്. നമ്മുടെ പെൺകുട്ടികളെ ഈ നവോത്ഥാന ആശയങ്ങൾ പറഞ്ഞു പഠിപ്പിക്കേണ്ട ബാധ്യത എന്റെ ഉമ്മമാർക്കുണ്ട്. കാരണം ഈ സമൂഹത്തിൽ യാതൊരു സ്ഥാനവുമില്ലാതെ അടുക്കളയുടെ 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങിയിരുന്ന സ്ത്രീ ജീവിതത്തെയാണ് അഭിമാനകരമായ അസ്തിത്വത്തിലേക്ക് വളർത്തിയെടുക്കാൻ മുജാഹിദ് പ്രസ്ഥാനം നേതൃത്വം നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് ഒന്നാമതായി നിങ്ങൾ ഒരു മുസ്ലിമായി എന്നതിൽ അഭിമാനിക്കുന്നതോടൊപ്പം രണ്ടാമതായി നിങ്ങൾ അഭിമാനിക്കേണ്ടത് ഞാൻ മുജാഹിദ് പ്രസ്ഥാനത്തെ മനസ്സിലാക്കുവാൻ എനിക്ക് ഭാഗ്യം സിദ്ധിച്ചു എന്നതിലാണ്. അല്ലെങ്കിൽ ശിർക്കിന്റെ മാലിന്യങ്ങളിൽ കടന്ന് പിടകേണ്ട ഒരു സാഹചര്യം എനിക്കുണ്ടാകുമായിരുന്നു. അതുകൊണ്ട് ആ ശിർക്കിന്റെ മാലിന്യങ്ങളിൽ നിന്ന് നമ്മെ രക്ഷിച്ച, നമുക്ക് സമൂഹത്തിൽ അന്തസ്സും അഭിമാനവും ഉണ്ടാക്കി തന്ന ഈ മഹാപ്രസ്ഥാനമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചിത്രം വരയ്ക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന്റെ ചുമര് നശിപ്പിക്കരുതേ എന്നാണ് എനിക്ക് എല്ലാവരോടും സൂചിപ്പിക്കുവാനുള്ളത്. നമുക്ക് താൽക്കാലികമായ ലാഭങ്ങൾ ഉണ്ടായേക്കാം. താൽക്കാലികമായ ലാഭങ്ങൾക്ക് വേണ്ടി ഈ ചുമര് പൊളിക്കുന്ന ആളുകൾക്ക് ഒരിക്കലും ഗതി കിട്ടുകയില്ല എന്ന് ഇസ്ലാഹി ചരിത്രത്തിന്റെ കഴിഞ്ഞകാല അധ്യായങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഏത് വ്യക്തിയായാലും, ഏത് വീരശൂരനായാലും അവർക്കെല്ലാം അടിതട്ടിയ ചരിത്രമാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. അനുയായികൾ ഉണ്ടെന്ന ഭീംവിളക്കിക്കൊണ്ടായിരുന്നു അവരെല്ലാം ഈ സമൂഹത്തിലേക്ക് കടന്നു വന്നത്. പക്ഷേ അത്തരം അനുയായികളെയോ നേതാക്കളെയോ ഇസ്ലാഹി ചരിത്രത്തിന് പിന്നീട് പരിചയമില്ലാതായി. ഇങ്ങനെയാണ് മുജാഹിദ് പ്രസ്ഥാനം അത്തരം ആളുകൾക്ക് ശിക്ഷ നൽകാറുള്ളത്. അതുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തെ ഭിന്നിപ്പിക്കുവാനോ മുജാഹിദ് പ്രസ്ഥാനത്തെ ചിത്രീകരിക്കുവാനോ ഏതെങ്കിലും ശക്തികൾ നിഗൂഢമായി കരുക്കൾ നീക്കുന്നുണ്ടെങ്കിൽ അത്തരം ആളുകൾക്ക് ആ കരുക്കൾ എടുത്തു വെച്ചുകൊണ്ട് ഈ മഹാജൈത്രയാത്രയോടൊപ്പം കൂടാം, എങ്കിൽ അഭിമാനമെങ്കിലും രക്ഷിക്കാം എന്നാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുവാനുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, വരാനിരിക്കുന്ന മുഴുവൻ പ്രഭാഷണങ്ങളും പ്രസംഗങ്ങളും ശ്രദ്ധിച്ചുകൊണ്ട് ആവേശത്തോടുകൂടി അതിലേറെ വിനയത്തോടുകൂടി നമ്മുടെ നാടുകളിലേക്ക് തിരിച്ചു പോകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ റസൂലിക വഅബ്ദിക മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.